ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളിതാ സൈപ്രസിലൂടെയുള്ള സഞ്ചാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാഫോസ് ഹാർബറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോന്നറിഞ്ഞില്ല, അവിടെ ഐ ലവ് പാഫോസ് എഴുതിയിട്ടുണ്ട്. ഇവരിവിടെ പാഫോസ് എന്ന് എഴുതുന്ന PAFOS ആണ് കേട്ടോ. PAFOSും PAPHOSും രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഹാർബറിൻ്റെ അടുത്തായിട്ടൊരു കാസലുണ്ട്. അപ്പോൾ അത് കാണുക. പിന്നെ ഹാർബറിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണു. ഇപ്പോൾ ഉച്ചയോടെ അടുത്തിട്ടുണ്ട് സമയം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനുമായിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കണ്ടൊരു കാര്യം എന്താ അറിയോ, ഇവിടെ വളരെ കുറവാണ് ഇന്ത്യൻസ്. ഞാൻ ആകെക്കൂടി ഈ ഹാർബറിൽ ഫുഡ് കഴിക്കാൻ പോയെടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു 3-4 ഇന്ത്യൻസ് ഞാൻ കണ്ടത്. അവർ ഗോവയിൽ നിന്ന് വന്നവരാ. അല്ലാതെ എവിടെയും ഞാൻ ഇന്ത്യൻസിനെ കണ്ടതേയില്ല. ടൂറിസ്റ്റുകാരെയും കണ്ടില്ല. അല്ലാതെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, നമ്മളിപ്പോൾ എവിടെ പോയാലും അല്ലെങ്കിൽ നിറയെ കേരളീയൻസിനെ കാണാറുണ്ട്. കേരളീയൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻസിനെങ്കിലും കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആരെയും കണ്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ ആകെക്കൂടി 15,000 ഉള്ളൂ ഇന്ത്യൻസ്. അതിൽ കൂടുതൽ പേരും ലിമാസോളിലാണ് താമസിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ കുറേ നേപ്പാളീസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നവരായിട്ട്. അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ സത്യം പറഞ്ഞ എന്തോ അവരുടെ നാട്ടിൽ നിന്ന് ചെന്ന ആൾക്കാരെ കൂട്ടായിരുന്നു ഞങ്ങളോട് ബിഹേവ് ചെയ്തത്. ഇപ്പം നമ്മളിങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളേ കാണാൻ. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി കാസിൽ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്ങോട്ടൊന്ന് ജസ്റ്റ് അങ്ങോട്ട് നടന്ന് പോയാൽ മതി. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതാ കണ്ടില്ലേ, നിറയെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിൻ്റെ സൈഡിൽ. കാസിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് മിസ്സേ എന്ന് പറയുന്നൊരു പ്ലാറ്റർ ഉണ്ട്, അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദിവസം മെഡിറ്ററേനിയൻ ക്യൂസീനാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാറ്റർ. അതായത് എൻഡ് പോർഷൻ എന്ന് പറയുന്ന ഒരു ഫിഷ് പ്ലാറ്റർ പോലെ വരും. പക്ഷെ എൻ്റെ തുടക്കത്തിൽ വേറെ കുറേ വെജിറ്റബിൾസും ബ്രെഡും ഡിപ്സും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടുകേട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, നല്ല നല്ല ബ്ലൂയിഷ് കളറാണ് കാണാൻ. അതേപോലെ തന്നെ നല്ല ക്ലിയറാണ് വാട്ടർ, അഴുക്കൊന്നുമില്ല. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ. ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. അതായത് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇപ്പം ഈ ഉച്ചനേരത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഇങ്ങനെ കടൽക്കാറ്റുള്ളത് കൊണ്ട് നമുക്കങ്ങനെ അറിയുന്നില്ല ആ ചൂടിൻ്റെ ഒരു കാഠിന്യമൊന്നും. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. യൂഷ്വലി യൂറോപ്യൻസും UK കാരും ഒക്കെ ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ എന്തായാലും ആദ്യം ഈ കാസിലൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇതൊരു കാസിൽ എന്ന് പറഞ്ഞ കഴിയും, ഇതൊരു ഫോർട്രസ് ആണ്, ഒരു കോട്ടയാണ്. അതായത് റോമൻ പീരീഡിൽ ഈ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കോട്ടയാണിത്. ഒറിജിനൽ ആയിട്ട് ഉണ്ടാക്കിയ കോട്ട 1222 എർത്ത്ക്വേക്കിൽ നശിച്ചുപോയി. പിന്നെ 13th സെഞ്ച്വറിയിൽ അവർ വീണ്ടും റീബിൽഡ് ചെയ്തതാണിത്. ഈ കാസിൽ ഇങ്ങനെ കുറച്ച് സീഡ് അകത്തേക്ക് ഇറക്കിയിട്ടാണ് ബിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചുറ്റും ഇങ്ങനെ സീ വാട്ടർ കാണാൻ പറ്റും. അപ്പുറത്ത് ബാക്കിലായിട്ട് കല്ലിട്ടിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന എല്ലാം ചുറ്റോട് ചുറ്റും സീ വാട്ടറാണ്. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സ്റ്റാച്യൂസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ സ്റ്റാച്യൂവിൻ്റെ പേര് സോൾ ആൾട്ടർ എന്നാണ്. ഇതെന്ന് പറയുന്നത് കണ്ടറിയോ, ഒരു പെൺകുട്ടി ഒരു റോക്കിന് മേലെ കയറി നിൽക്കുന്നതായിട്ടാണല്ലേ കാണുന്നത്. അതായത് ആ പെൺകുട്ടി ഇങ്ങനെ വളരെ ആശ്ചര്യത്തോടെ അഫ്രോഡൈറ്റിസ് റോക്കിലേക്ക് നോക്കുന്നു എന്നാണ് പറയുന്നത്. അത് ബർത്ത് പ്ലേസ് ഓഫ് അഫ്രോഡൈറ്റിസ് ആണ് പറയുന്നത്. അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ കോട്ട കാണുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ ചുറ്റും കടൽ വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു നടപ്പാത, ഒരു മേൽപ്പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളത്തിന് മേലെ കൂടി. ഈ വെള്ളം കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. നല്ല നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. പണ്ട് ഇത് റോമൻ കാലത്ത് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വിട്ടിട്ട് ചെറിയ 2 ബിൽഡിങ്സ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം ഓൾമോസ്റ്റ് നശിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മാത്രം ഇങ്ങനെ കാണാൻ പറ്റും സൈഡിലായിട്ട്.
13th സെഞ്ച്വറിയിൽ ഇത് റീബിൽറ്റിന് ശേഷവും സോ മെനി എർത്ത്ക്വേക്സും അതുപോലെ തന്നെ വാറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സൈഡിലുണ്ടാക്കിയ ബിൽഡിങ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കയറാം. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ബാക്കി എല്ലാ ബിൽഡിങ്ങും പോലെയും തന്നെയാണ്. അതായത് ഒരു സെൻട്രൽ ക്ലോസ്ഡ് കോർട്ട്യാർഡ് ഉണ്ട്, പിന്നെ ചുറ്റും കുറച്ച് റൂംസ് ഉണ്ട്. ആ റൂംസ് എന്ന് പറയുന്നത് പിന്നെ ഓട്ടോമൻ റൂളിംഗ് സമയത്ത് പ്രിസൺസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ അതിനുശേഷം ഈ സോൾജേഴ്സ് അവരുടെ സാധന സാമഗ്രികളെല്ലാം വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഈ സെൻട്രൽ കോർട്ട്യാർഡും ചുറ്റുമുള്ള റൂംസും ഒക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് ഡാർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് 3 റൂംസ് ഉണ്ട്. ആ റൂംസ് എന്ന് പറയുന്നത് ഈ കാസിലിൻ്റെ ഗാർഡിൻ്റെ റൂംസ് ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാസിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഒക്കെ സെപ്റ്റംബറിൽ നടക്കുമ്പോൾ അതിനുള്ള ഒരു വെന്യൂ ആയിട്ടാണ് ഇപ്പോൾ ഈ കാസിലും അതിന് ചുറ്റുമുള്ള വിശാലമായിട്ടുള്ള ഏരിയ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ വൈകുന്നേരങ്ങളിൽ കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിനുള്ള ഒരു സ്പേസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് കാണുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. താങ്ക്